ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് 10th മെയിൻസ് എക്സാമുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിലിംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ മെയിൻസ് വരും. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തൊട്ടിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് ഇത്. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് PYQs, ഇപ്പോൾ നടക്കുന്ന 2025 നടന്ന ആദ്യ പരീക്ഷയായിരുന്നു 10th പ്രിലിംസ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അതിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യ ചോദ്യം തന്നെ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. നമുക്കറിയാം, ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അവിടെ നൊബേൽ സമ്മാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആണ് നൊബേൽ സമ്മാനം എന്ന് പറയുന്നത്. സോ ഇവിടെ സാഹിത്യ നൊബേലിനെ കുറിച്ചാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. 2024 സാഹിത്യത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവന ശരി ഏതാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. നമ്മുടെ ഹാൻ കാങ് എന്ന് പറയുന്ന 2024 സാഹിത്യ നൊബേൽ ജേതാവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ആര്? നമ്മുടെ സൗത്ത് കൊറിയക്കാരിയാണ് ഹാൻ കാങ്. അത് ശരിയാണ്. ആദ്യമായിട്ടാണ് ഒരു സൗത്ത് കൊറിയക്കാരിക്ക് എന്ത് ലഭിക്കുന്നത്? 2024 സാഹിത്യ നൊബേൽ ലഭിക്കുന്നത്. അതുപോലെ സാഹിത്യ നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യൻ വനിത, ആദ്യ ഏഷ്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്നാൽ ആദ്യ ഏഷ്യൻ വനിതയാണ്, സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ആര്? ഹാൻ കാങ് എന്ന് പറയുന്നത്. അപ്പൊ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അവിടെ ഫേമസ് ആയിട്ടുള്ള മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചൊരു പുസ്തകമാണ് ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് അവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതും അവരുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന നോവലിന് മാൻ ബുക്ക് പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായ രചനയാണ്. അപ്പൊ അവിടെ ആത്മകഥക്ക് സമാനമായിട്ടുള്ള രചനയാണ് ദി വൈറ്റ് ബുക്ക് എന്ന് പറയുന്നത്. സോ ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ 2024 സാഹിത്യ നൊബേലുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് വസ്തുതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യ ഏഷ്യക്കാരിയാണ്, ഏഷ്യൻ വനിതയാണ് അവർ. അതുപോലെ തന്നെ സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരിയാണ്. പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായിട്ടുള്ള രചനയാണ്. അതുപോലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാക്യു, അല്ലെങ്കിൽ ഹിബാകുഷകൾ എന്നറിയപ്പെടുന്ന നിഹോൺ ഹിഡാക്യു എന്ന് പറയുന്ന ജാപ്പാനീസ് സംഘടന. ഓക്കെ, ഹിബാകുഷകൾ എന്നറിയപ്പെടുന്ന നിഹോൺ ഹിഡാക്യു എന്ന് പറയുന്ന ജപ്പാനീസ് സമാധാന സംഘടന. അപ്പോൾ സാഹിത്യ നൊബേലിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു പോവുക, കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് സാഹിത്യ നൊബേൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ശരിയാണെന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. ഡി ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരി ഏതാണ്? ഇപ്പൊ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ബ്രിക്സ് എന്ന് അത് ഇങ്ങനെയാണ് എഴുതുക, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതുക. ഈ ബ്രിക്സിലെ ഓരോ ലെറ്റേഴ്സും ഓരോ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. ബ്രിക്സിലെ ഓരോ ലെറ്റേഴ്സും ഓരോ രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുക. ഇപ്പോ ബ്രിക്സിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 10 ആണ്. നിലവിൽ ബ്രിക്സിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും ഒടുവിലത്തെ അംഗം 2025 ജോയിൻ ചെയ്തത്. അത് ഏഷ്യൻ രാജ്യമായുള്ള ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയാണ് 2025 ബ്രിക്സിൽ അംഗമായത്. സോ 2025 ബ്രിക്സിൽ അംഗമായുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. നിലവിലെ അംഗസംഖ്യ 10. ബ്രിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അപ്പോൾ 2024 ആക്ച്വലി എന്ത് നടക്കുന്നത്? 16ാം ഉച്ചകോടി നടക്കുന്നത്. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. സോ അത് കസാനിലാണ് നടന്നത്. കസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലുള്ളതാണ്. റഷ്യയിലെ സ്ഥലമാണ് എന്ത്? കസാൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ, കാരണം കസാനിലാണ് നമ്മൾ. ശരിയാണത്. ഇനി കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണോ? അല്ല, റഷ്യയിലാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി അല്ല, ചൈനയാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ചൈനയാണ്. അതുകൊണ്ട് ഇതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ന്യൂഡൽഹി അല്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട്
1, 2 ഈ 2 പ്രസ്താവനകളാണ് ശരിയെന്ന് പറയുന്നത്. സോറി 1, 2 അല്ല 1, 4 അല്ലെ. 1, 4 കൃത്യമായ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി അല്ലെ, ഓപ്ഷൻ ഡി 1, 4 മാത്രം എന്ന് പറയുന്ന ഓപ്ഷനാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്രിക്സിനെ കുറിച്ചും അതിലെ അംഗസംഖ്യയെ കുറിച്ചും ഏറ്റവും ഒടുവിലത്തെ മെമ്പറിനെ കുറിച്ചും ഈ ഒരു ചോദ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോ സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും പഠിച്ചു പോകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് സാഹിത്യ പുരസ്കാരങ്ങൾ. ഈ സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കിയേ, എഴുത്തച്ഛൻ പുരസ്കാരം 2024 എല്ലാം ലേറ്റസ്റ്റ് ആണ്. 2024 ജോഡികൾ വെച്ചിട്ടാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് പ്രൈസ് ഉള്ള സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് ലഭിച്ചത് NS മാധവനാണ്. സമഗ്ര സംഭാവനക്ക് NS മാധവനാണ് ലഭിച്ചത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തെറ്റായ ജോഡിയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ശരിയായ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് വയലാർ അവാർഡ്. വയലാർ അവാർഡ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിന് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? അത് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അശോകൻ ചെരുവിൽ. ഇനി കേരള ജ്യോതി പുരസ്കാരം MK സാനുവാണ് കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. കേരളത്തിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി പുരസ്കാരം. അതിന് താഴെ കേരള പ്രഭയുണ്ട്, പിന്നെ കേരളശ്രീ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും സിവിലിയൻ ബഹുമതിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി. അത് 2024 ലഭിച്ചത് MK സാനുവിനാണ്. അതും ശരിയാണ്. എന്നാൽ ഓടക്കുഴൽ അവാർഡ് ഏറ്റവും ഒടുവിലത്തെ ജേതാവ് എന്ന് പറയുന്നത് അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. 2023 PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ്. അപ്പോൾ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് റോങ് ആണ്. അതുകൊണ്ട് ഡി ആണ് വൺസ് അഗൈൻ ആൻസർ ആയിട്ട് വരുന്നത്. ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് റോങ് ആണ്. ഇനി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെ, പ്രിലിംസ് പരീക്ഷയില്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മെയിൻസ് പരീക്ഷ നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അതായത് നല്ല റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സമയമുണ്ട് എക്സാമിന്. അതുവരേക്കും നമ്മൾ എന്ത് ചെയ്യുക, നല്ല കൃത്യമായിട്ട് ഈ ടൈം ടേബിൾ സ്റ്റഡിയോട് കൂടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സിലബസിൽ പറഞ്ഞ കാര്യം, തീർച്ചയായിട്ടും ഒരു സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ LD സിലബസുമായി ബന്ധപ്പെട്ട ഒരു സിലബസ് ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാനും. ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യും. ആ ഒരു സിലബസിൽ പറഞ്ഞ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ വിത്തിൻ ആ ഒരു ടൈം ടേബിൾ സ്റ്റഡി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കും, പ്രധാനപ്പെട്ട പാരീസ് ഒളിമ്പിക്സ്, സാഹിത്യ പുരസ്കാരങ്ങൾ, നൊബേൽ പുരസ്കാരങ്ങൾ, ചലച്ചിത്ര അവാർഡുകൾ, അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ക്ലിയർ ആണല്ലോ? സോ അതിന് ഏകദേശം ഒരു ഫിഗർ മാത്രമാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത ആ ഒരു ഗൂഗിൾ ഫോമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ്. ഇത് ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് അധികം ആർക്കും ആൻസർ ചെയ്യാൻ സാധിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് അഹമ്മദാബാദാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇവിടെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അഹമ്മദാബാദിൽ കൊണ്ടുവന്ന പുതിയൊരു സെറ്റപ്പാണ്. നെക്സ്റ്റ്, കേരള പ്രഭ പുരസ്കാരം. നമ്മൾ കേരള ജ്യോതി പുരസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെയാണ് കേരള പ്രഭ. കേരള പ്രഭ എന്ന് പറഞ്ഞ പുരസ്കാരം 2 പേർക്കാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത്. അതിലൊന്ന് മുൻ ISRO ചെയർമാനാണ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ വി നാരായണനാണ് അല്ലെ, ഡോക്ടർ വി നാരായണൻ. എന്നാൽ മുൻ ISRO ചെയർമാൻ എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ MK സാനുവിന് കേരള ജ്യോതി പുരസ്കാരം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം 2 ഓപ്ഷൻ വെട്ടിക്കളയാൻ പറ്റും. പിന്നെ S സോമനാഥും ഭുവനേശ്വരി അമ്മ. ഇതാണ് ആക്ച്വലി ആൻസർ ആയിട്ട് വരുന്നത്. ഷൈജ ബേബിക്ക് കേരള ശ്രീ പുരസ്കാരമാണ്.
ഷൈജ ബേബിക്ക് കേരളശ്രീ പുരസ്കാരമാണ്. ഭുവനേശ്വരി അമ്മ, എസ് സോമനാഥ്, ഈ 2 പേർക്കുമാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം 2024 ലഭിച്ച 2 വ്യക്തികളാണ് എസ് സോമനാഥും ഭുവനേശ്വരി അമ്മയും. എസ് സോമനാഥ്, ഭുവനേശ്വരി അമ്മ. ഈ ഷൈജ ബേബി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ്, അവർക്ക് കേരളശ്രീ പുരസ്കാരമാണ്. പിന്നെ അറിയാലോ എം കെ സാനുവിന് എന്താണ്, അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരമാണ്. NS മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്രിക്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. 2024 ബ്രിക്സ് സമ്മേളനം നടന്ന എവിടെയാണ്? നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞതാണ്. എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് സമ്മേളനം നടന്നത്. ഓക്കെ, അപ്പോൾ 10th പ്രിലിംസിന്റെ ആദ്യഘട്ട പരീക്ഷ 2025 നടന്ന, 2024 നടന്ന, 2024 ഐ തിങ്ക് ഡിസംബർ 28 ഐ തിങ്ക് ഫസ്റ്റ് എക്സാം അല്ലെ, ഫസ്റ്റ് 10th പ്രിലിംസ് എക്സാം നടന്നത്. സോ അതിൽ ബ്രിക്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യം ഉണ്ടായിരുന്നു. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒന്ന് ബ്രിക്സ് സമ്മേളനം നടന്ന എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. റഷ്യയാണ് ആൻസർ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരം കൃത്യമായിട്ട് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രിക്സിനെ കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് ആ 2 ചോദ്യവും ആൻസർ ആയിട്ട് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ആൻസർ ഇവിടെ ഏതാണ്? എ ആണ്, റഷ്യയാണ് ആൻസർ. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണെങ്കിലും പലരും തെറ്റിച്ചിട്ടുണ്ടാവും ഈ ചോദ്യം. ബിക്കോസ് ഈ ഒരു വാക്ക് അവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, നമ്മൾ എക്സാം ഹാളിൽ ആ ഒരു ടെൻഷൻ കാരണം ഈ ഒരു വാക്ക് ശ്രദ്ധിക്കൂല. 2024 പ്രധാനമായിട്ടും 3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലം, പിന്നെ ചേലക്കരയും പാലക്കാടും നിയോജക മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ. ഇവിടെ ആക്ച്വലി ചോദിച്ചത് നിയമസഭാ മണ്ഡലങ്ങൾ എന്നാണ്. പക്ഷേ നമ്മൾ എക്സാം ഹാളിലെ ആ ഒരു ടെൻഷൻ കാരണം, ആ ഒരു പരിഭ്രാന്തി കാരണം നമ്മൾ എന്ത് ചെയ്യും? ചോദ്യം നല്ല രീതിയിൽ വായിക്കത്തില്ല അല്ലെ. നമ്മൾ 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ എന്ന് വായിച്ചു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വായിച്ച ഒരാൾക്ക് ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും. എന്നാൽ ഇവിടെ നിയമസഭാ മണ്ഡലങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാടും ചേലക്കരയുമാണ്. സോ അതുകൊണ്ട് ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. പാലക്കാടും ചേലക്കരയും. പാലക്കാടും ചേലക്കര. ഇനി കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? അപ്പോ 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം പലപ്പോഴായിട്ട് ഈ ഒരു മന്ത്രിസഭയെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ ആണ്. കൃഷ്ണൻകുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണ്? വൈദ്യുതിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ്. ചിഞ്ചുറാണിയാണെങ്കിൽ ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ്. പി പ്രസാദ് കൃഷിയാണ് അല്ലെ. പ്രസാദ് കൃഷി. റോഷി അഗസ്റ്റിൻ ആണ് ഇവിടെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. കെ കൃഷ്ണൻകുട്ടി എന്താണ്? വൈദ്യുതിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പ്. കെ ചിഞ്ചുറാണി എന്താണ്? ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ്. ചിഞ്ചുറാണി ക്ഷീരവികസനം. പി പ്രസാദ് കാർഷികം, കൃഷിയുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ്. അപ്പോ നമ്മൾ 2024 10th പ്രിലിംസ് എക്സാമിന്റെ ആദ്യഘട്ടത്തിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ആദ്യ പാർട്ടിൽ ചെയ്തത്. ഇതുപോലെ ഓരോ എക്സാമിനും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ ഒരു സീരീസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. സോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ മറ്റ് ലെവൽ എക്സാംസ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.